ഹലോ ഗൈസ്. നമ്മളിന്ന് സിഗ്നേച്ചേഴ്സിലെ മൊഡ്യൂൾ 3 നെക്സ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3 പറയുമ്പോൾ ഡയറി എൻട്രീസ് ആൻഡ് ലെറ്റേഴ്സാണ്. അപ്പോൾ അടുത്തതും നമുക്കൊരു ഡയറി എൻട്രിയാണ് നോക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററുടെ പേര് ദ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ്ഡ് 13/3/4. 13.25 വയസ്സ് പ്രായമുള്ള അഡ്രിയൻ മോൾ എന്നാളുടെ സീക്രട്ട് ഡയറി. ഓക്കെ, റിട്ടൺ ബൈ സ്യൂ ടൗൺസെൻഡ് ആണ്. അപ്പം ഈ അഡ്രിയൻ മോൾ ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സ്യൂ ടൗൺസെൻഡിനെ പറ്റിയിട്ട് അവരാരാണെന്നൊക്കെ നോക്കാം. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ്സസ് ആണ് ഡീൽ ചെയ്യുന്നത്. സോ ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി സ്യൂ ടൗൺസെൻഡിനെ പറ്റി നോക്കാം. സ്യൂ ടൗൺസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ലെയ്സെസ്റ്റർ എന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. സോ ലൈഫ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അവരുടെ മെരീറ്റൽ ലൈഫ്, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ അവർ 23-ാമത്തെ വയസ്സിൽ ഡൈവേഴ്സ് ആവുകയാണ്. ആ ടൈമിൽ അവർക്ക് 3 കുട്ടികളുണ്ട്. അതിനുശേഷം അവർ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് ഫാക്ടറി ഓണർ, ഷോപ്പ് അസിസ്റ്റൻറ്റ്, റിസപ്ഷനിസ്റ്റ്, പെട്രോൾ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് വർക്ക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ലേറ്റർ ഇവർ വീണ്ടും ഒരു കല്യാണം കഴിക്കുകയാണ്, കോളിൻ ബ്രോഡ്വേ എന്നുള്ള ആളെ. അദ്ദേഹം ഇവരെ എൻകറേജ് ചെയ്തിട്ട് ഒരു റൈറ്റേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാണ് ആ ഒരു ആൾ. പിന്നെ ഈ ഒരു സ്യൂ ടൗൺസെൻഡ് എന്ന് പറയുന്നത് ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹെർ അഡ്രിയൻ മോൾ ബുക്സ്. അഡ്രിയൻ മോൾ ബുക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സീരീസ് ഓഫ് 9 ബുക്സാണ്. ഈ 9 ബുക്സിലും ഡയറി എൻട്രീസ് ആണ്. അഡ്രിയൻ മോൾ എന്ന് പറയുന്ന ഒരു ടീനേജ് ബോയിൻ്റെ ഡയറി എൻട്രീസിൻ്റെ ഒരു സീരീസാണ് ഈ അഡ്രിയൻ മോൾ ബുക്സ് എന്ന് പറയുന്നത്. അപ്പം അഡ്രിയൻ മോൾ എന്ന് പറയുമ്പോൾ അതൊരു ഗേളാണെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ അഡ്രിയൻ മോള് ഒരു ബോയ് ആണ്. ഓക്കെ, അപ്പോൾ 9 ഡയറി എൻട്രീസ് വരുന്ന അല്ലെങ്കിൽ 9 ബുക്കുകളുടെ ഒരു സീരീസ്, അതിലാണ് ഈ സ്യൂ ടൗൺസെൻഡ് ഫേമസ് ആയിട്ടുള്ളത്. അതിൽ ഒരു ബുക്ക് ദാറ്റ് മീൻസ് ഒരു ഡയറി എൻട്രിയാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ, ദാറ്റ് ഈസ് ദ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ്ഡ് 13/3/4. ഓക്കെ, സോ ഒരിക്കൽ ഇവരുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു, അതെന്തുകൊണ്ടാണ് നിങ്ങൾ അഡ്രിയൻ മോളിനെ ഒരു ഗേളായിട്ട് ഫിക്ഷനൈസ് ചെയ്യാതെ ഒരു ബോയ് ആക്കിയത് എന്തിനാണ് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബോയ്സിനെക്കാട്ടിലും കൂടുതൽ സോഷ്യബിളാണ് ഗേൾസ് എന്ന് പറയുന്നത്. സോ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള അവരുടെ വികാരങ്ങൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യും, പക്ഷെ ബോയ്സ് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ് അവർ കൊടുത്ത റീസൺ. ഓക്കെ, പിന്നെ ഇവരുടെ ഈ ഒരു റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത, അവരതിൽ ഒരു കോമഡി രൂപത്തിലാണ് ഇവരിത് എഴുതുന്നത്. ഒരു കോമിക് വെയിൻസിലായിരിക്കും എഴുതുന്നത്. അതേപോലെ തന്നെ അവർ കറക്റ്റ് നമ്മുടെ ലൈഫത്തെ എപ്പിസോഡായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതാണ് ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവർക്ക് ഒരുപാട് നോൺ ഫിക്ഷൻ വർക്ക്സും പ്ലേസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2014 റീസെൻ്റായിട്ടാണ് അവർ മരിച്ചത്. ഒരു സ്ട്രോക്കിനെ തുടർന്നിട്ടാണ് അവർ മരിച്ചത്. ഓക്കെ, പിന്നെ ഡേവിഡ് വില്യംസ് എന്നുള്ള ആൾ പറഞ്ഞത് ഇവരുടെ ഈ ഒരു ബുക്സ് എന്ന് പറയുന്നത് ഒരു ജെന്യുയിൻ ആയിട്ടുള്ള ഫിനോമിനൻ ആണെന്നാണ്, ജെന്യുയിൻ ഫിനോമിനൻ ആണെന്നാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഫിക്ഷൻ എന്ന് പറയുന്ന കാര്യം അവർ അത്രയും പെർഫെക്റ്റായിട്ട്, അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് അവരത് എഴുതിയിട്ടുള്ളത്. കാരണം റീഡറിന് അത് വെറുതെ കുറച്ച് ജോക്സിൻ്റെ ഒരു സീരീസിൽ കുറച്ച് തമാശകളായിട്ടല്ല തോന്നുക. റീഡറിന് മനസ്സിലാകും, ഒരാളുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള എപ്പിസോഡായിട്ട് കണക്ട് ചെയ്യാൻ റീഡേഴ്സിന് കഴിയും. ഓക്കെ, സോ അഡ്രിയൻസിൻ്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഈ അഡ്രിയൻ മോൾ എന്നുള്ള ക്യാരക്ടറിൻ്റെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ, അവൻ്റെ അൺഹാപ്പി പാരൻസ്, എപ്പോഴും തല്ലുകൂടുന്ന അച്ഛനും അമ്മയും, പിന്നെ ഒരു ഗ്രൗച്ചി ഗ്രാൻഡ്മ, അതായത് എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രാൻഡ്മ ഉണ്ട്, പിന്നെ അമ്മയുടെ ഒരു ലവ്വറുണ്ട്, പിന്നെ ഇവനെക്കാട്ടിലും കുറച്ചുകൂടി ഇൻ്റലക്ച്വലി സുപ്പീരിയർ, കുറച്ചുകൂടി ബുദ്ധിയുള്ള ഒരു ലവ്വറുണ്ട്, പൻഡോര എന്നാണ് പേര്. ആൻഡ് ഒരു അസുഖമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ബെർട്ട് ബാക്സ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഡ്രിയൻ മോളിൻ്റെ ലൈഫിൽ വരുന്ന ആളുകൾ. സോ ഇവരെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ നോവലത്തെ, അതായത് നമ്മുടെ ഈ ഒരു നോവൽ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ്ഡ് 13/3/4, അതിലത്തെ
കുറച്ച് സ്നിപ്പറ്റ്സ്, കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ടീനേജറിന് മുഖത്ത് ഇങ്ങനെ പിമ്പിൾസോ സ്പോട്ട്സൊക്കെ വരുമ്പോഴുള്ള ടീനേജറിൻ്റെ ആങ്സൈറ്റി, അതുമാതിരി തന്നെ താൻ നല്ല ബുദ്ധിമാനാണ് എന്നുള്ള ഒരു സെൽഫ് പ്രിറ്റൻഷൻ, അങ്ങനെ ഒരു തോന്നൽ, അതുമാതിരി തന്നെ ഹെൽത്തായിട്ടുള്ള ഒരു കൺസേൺ, ടീനേജറിൻ്റെ ആ ഒരു ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുമാതിരി അവൻ്റെ ക്രഷ്, പണ്ടോരാൻ്റെ അടുത്തുള്ള അവൻ്റെ ക്രഷ്, അതുമാതിരി തന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക്, അത് അവനിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. ആൻഡ് കുറച്ചുകൂടി ഒരു കോമഡി രൂപത്തിലാണ് ഇത് നമുക്ക് എഴുതിയിട്ടുള്ളത്. ബട്ട് വി ക്യാൻ റിലേറ്റ് ഇറ്റ് ദാറ്റ് വി ക്യാൻ മേക്ക് ഇറ്റ് സർട്ടൻ ദാറ്റ് ഇറ്റ് ഈസ് റിയലി സംവൺസ് ലൈഫ്, അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ടെക്സ്റ്റിലേക്ക് പോകാം. ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു നോവലിൻ്റെ കുറച്ച് സ്നിപ്പറ്റ്സ്, ചില ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് ഇപ്പോൾ ജാനുവരി 14th കുറച്ച് ഭാഗം, ജാനുവരി 17th കുറച്ച് ഭാഗം, അങ്ങനെ ഓരോ ഡേറ്റ്സിലെയും കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നോവൽ മൊത്തം ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ആൻഡ് ദിസ് ഇസ് വായിക്കാൻ നല്ല രസമുള്ള ഒരു ടൈപ്പ് ഡയറി എൻട്രിയാണ്. സോ നമുക്ക് ടെക്സ്റ്റിലോട്ട് കിടക്കാം. പേജ് നമ്പർ 110. സോ ഫസ്റ്റ് നോക്കൂ, വെനസ്ഡേ, ജാനുവരി 14th വെനസ്ഡേത്തെ കാര്യമാണ് ആദ്യം പറയുന്നത്. Joined the library, got care of the skin, origin of species, and a book by a woman my mother is always going on about. It is called Pride and Prejudice by a woman called Jane Austen. I could tell the librarian was impressed. Perhaps she is an intellectual like me. She didn't look at my sport, so perhaps it is getting smaller about time. None of the teachers at school have noticed that I am an intellectual. They'll be sorry when I am famous. There is a new girl in our class. She sits next to me in geography. She is all right. Her name is Pandora, but she likes being called Box. Don't ask me why. I might fall in love with her. It's time I fell in love. After all, I'm 13 years old. സോ ഇങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ സമ്മറി പറയുമ്പോൾ ഈ ടെക്സ്റ്റത്തെ ആ ലൈൻസ് നോക്കുക, അതിനുശേഷം ഫസ്റ്റ് നിങ്ങളത് വായിക്കുക, എന്നിട്ട് അതിന് ശേഷം ഞാൻ പറയുന്ന സമ്മറി കേൾക്കുക, ദെൻ പോസ് ചെയ്തിട്ട് അടുത്തത് വായിക്കുക, ദെൻ സമ്മറി കേൾക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ജാനുവരി 14th വെനസ്ഡേത്തെ അവൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് അവനൊരു ലൈബ്രറിയിൽ ചേർന്നു, എന്നിട്ട് അവിടുന്ന് ഗോഡ് കെയർ ഓഫ് ദ സ്കിൻ കെയറിൻ്റെ ഒരു ബുക്ക് എടുത്തു, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ളൊരു ബുക്ക് എടുത്തു. പിന്നെ അവൻ്റെ അമ്മ എപ്പോഴും പറയാറുള്ളൊരു ബുക്കുണ്ട്, പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ജെയിൻ ഓസ്റ്റൻ എഴുതിയിട്ടുള്ള പ്രൈഡ് ആൻഡ് പ്രജുഡൈസ്. ആ ബുക്കും അവൻ എടുത്തു ലൈബ്രറിയിൽ നിന്ന്. അപ്പോൾ അവൻ പറയാണ്, ഈ ബുക്കൊക്കെ എടുത്തത് കണ്ടപ്പോൾ ലൈബ്രറിയൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടാവും ഇവനെ കുറിച്ചിട്ട്. മേ ബി ലൈബ്രറിയനും അവനെമാരി ഒരു ഇൻ്റലക്ച്വൽ, നല്ല ബുദ്ധിയുള്ളൊരു ആളായിരിക്കും എന്ന് അവൻ പറയുകയാണ്. ഓക്കെ, സോ ലൈബ്രറിയന് തന്നെ പറ്റി നല്ല മതിപ്പ് തോന്നിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുകയാണ്. അതുമാതിരി പറയുകയാണ്, ഷീ ഡിഡിൻറ്റ് ലുക്ക് അറ്റ് മൈ സ്പോട്ട്. എൻ്റെ മുഖത്തുള്ള പാടുകളൊന്നും അവർ നോക്കിയിട്ടില്ല, ചിലപ്പോൾ അത് ചെറുതാവുന്നുണ്ടായിരിക്കും എന്ന് സ്വയം ഇങ്ങനെ പറയുകയാണ്. പിന്നെ സ്കൂളത്തെ കാര്യം പറയുകയാണ്. സ്കൂളിലെ ഒരു ടീച്ചറും ഇവനൊരു ഇൻ്റലക്ച്വൽ, താൻ ഭയങ്കര ബുദ്ധിമാനാണ് എന്നുള്ളൊരു കാര്യം ഒരു ടീച്ചറും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ താൻ ഫേമസ് ആയി കഴിയുമ്പോൾ അവരൊക്കെ റിഗ്രറ്റ് ചെയ്യും, അവർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നും അവർ എന്നെ ശ്രദ്ധിക്കാതിരുന്നതിൽ എന്ന് പറയുകയാണ്. ആരാ പറയുന്നത്? അഡ്രിയൻ മോളാണ് പറയുന്നത്. അഡ്രിയൻ മോളാണ് ഇന്നത്തെ ക്യാരക്ടർ. പിന്നെ പറയുകയാണ്, തൻ്റെ ക്ലാസ്സിൽ ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അവളുടെ നെയിം എന്താണ്? പണ്ടോര എന്നാണ്. ജോഗ്രഫി ക്ലാസ്സിൽ അവൾ ഇവൻ്റെ അടുത്താണ് ഇരിക്കണേന്ന് പറയുകയാണ്. പക്ഷെ അവളുടെ നെയിം പണ്ടോര എന്നാണെങ്കിലും ബോക്സ് എന്ന് വിളിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ചിലപ്പോൾ എനിക്ക് അവളടുത്ത് ലവ് ആയി പോവും, എനിക്ക് അവളടുത്ത് പ്രണയം തോന്നിപ്പോവും എന്ന് പറയുകയാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് അവിടെ ഉള്ളത്, എനിക്ക് പ്രേമിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടല്ലോ, ഇറ്റ്സ് ടൈം ഐ ഫെൽ ഇൻ ലവ്. കാരണം എനിക്ക് 13-14 വയസ്സായിട്ടുണ്ട്, സോ എനിക്ക് ലവ് ആവാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ വെനസ്ഡേ ജാനുവരി 14th അവൻ്റെ സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് സാറ്റർഡേ ജാനുവരി 17th എന്താ സംഭവിക്കണമെന്ന് നോക്കാം. Dr. Taylor must be one of those overworked GPs you are always reading about. GP എന്ന് പറയുന്നത് ജനറൽ പ്രാക്ടീഷണർ എന്നുള്ള അർത്ഥമാണ്. He didn't examine the spot. He just said, I mustn't worry and was everything all right home. I told him about my bad home life and my poor diet, but he said I was well nourished and to go home and count my blessings.
സോ മച്ച് ഫോർ ദ നാഷണൽ ഹെൽത്ത് സർവീസ്. ഓക്കെ, അപ്പോൾ അവൻ്റെ ജാനുവരി 17 സാറ്റർഡേ അവൻ ഒരു ഡോക്ടറുടെ അടുത്ത് പോവുകയാണ്. ഡോക്ടർ ടൈലർ എന്നുള്ള നല്ലൊരു ജനറൽ പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അവൻ്റെ മുഖത്തുള്ള പാടൊന്നും നേരെ നോക്കാതെ തന്നെ ഈ ഡോക്ടർ പറയുകയാണ്, ഇത് വെറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലെല്ലാതും ഓൾ റൈറ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയും അവൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ, അതായത് അച്ഛനും അമ്മയും വഴക്കാണ്, അവന് നല്ല ഫുഡ്, അവൻ്റെ ഡയറ്റൊന്നും ശരിയാവണില്ല എന്നൊക്കെ പറയും. പക്ഷേ ഡോക്ടർ പറയും നീ വെൽ നറിഷ്ഡാണ്, പിന്നെ എന്താണ് നിനക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമല്ല, വീട്ടിലേക്ക് പോയിക്കോ, എന്നിട്ട് നിൻ്റെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ, നിൻ്റെ പ്രശ്നങ്ങൾ പറയാതെ നിൻ്റെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാനും അതിന് ദൈവത്തിനോട് നന്ദി പറയാനും പറയും. ഓക്കെ, സോ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ പരിപാടിയാണ് ഇതൊക്കെയെന്നും കൂടി ഇവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ട്യൂസ്ഡേ ജാനുവരി 20 അന്നത്തെ ഡയറിയത്തെ കുറച്ച് കാര്യം നോക്കണം. സോ അന്നൊരു ഫുൾ മൂണാണ് പറയുന്നത്. ആൻഡ് ദ മെയിൻ കാര്യം എന്താണ്, മൈ മദർ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നോക്കുക. നൗ ഐ കുഡ് എൻഡ് അപ്പ് എ ഡെലിൻക്വൻറ്റ് റോമിംഗ് ദ സ്ട്രീറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് വാട്ട് വിൽ ഐ ഡു ഡ്യൂറിംഗ് ദ ഹോളിഡേയ്സ്? ഐ എക്സ്പെക്റ്റ് ഐ വിൽ ഹാവ് ടു സിറ്റ് ഇൻ എ laundrette all day to keep warm. I'll be a latchkey kid, whatever that is. And who will look after the dog? And what will I have to eat all day? I'll be forced to eat crisp and sweet until my skin is ruined and my teeth fall out. I think my mother is being very selfish. She won't be any good in a job anyway. She isn't even bright and she drinks too much at Christmas. ഓക്കെ, സോ അതാണ് ജാനുവരി 20 തേഴ്സ്ഡേയുടെ കാര്യം. എന്താണ്, അമ്മ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സോ അമ്മ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ടൈമിലുള്ള ഇവൻ്റെ ആ ഒരു ഉള്ളത്തെ ചിന്തകൾ എന്താണ്, ഇപ്പോൾ അമ്മ ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെങ്ങനെയാവും, അവനൊരു ഡെലിൻക്വൻ്റ് ആവും, അവനൊരു വഴിയിലൊക്കെ അലഞ്ഞ് നടക്കുന്ന ഒരു ചീത്ത കുട്ടിയായിട്ട് മാറും. ഹോളിഡേയ്സിലൊക്കെ അവൻ എന്താ ചെയ്യുക? അപ്പോൾ ഈ ലോണ്ട്രി ഉണ്ടാവില്ല, അതായത് തുണി കഴുകുക, മലക്കുക, അതുമാതിരി ഉണക്കുകയൊക്കെ ചെയ്യുന്ന എവിടെയെങ്കിലും പോയിട്ട് ചൂട് കിട്ടാൻ വേണ്ടി ഇരിക്കേണ്ടി വരും. അവൻ അങ്ങനെ പറയുകയാണ്. അവനൊരു ലാച്ച്കി കുട്ടിയായിട്ട് മാറും. അതെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഒരു ലാച്ച്കി കുട്ടിയായിട്ട് മാറുമെന്ന് ഇവൻ പറയുകയാണ്. ലാച്ച്കി കിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അമ്മയും അച്ഛനും റിട്ടേൺ ചെയ്യുന്നത് വരെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആ ഒരു അങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ ലാച്ച്കി കിഡ് എന്ന് പറയുക. സോ അങ്ങനെ ഒരു കുട്ടിയായിട്ട് ഞാൻ ഇരിക്കേണ്ടി വരും. അപ്പോൾ അല്ല, ആരാണ് ഇവിടുത്തെ ഡോഗിനെ നോക്കുക, ആരാണ് ഇവിടുത്തെ നായേനെ നോക്കുക? ഞാൻ എന്താണ് തിന്നുക? ഞാൻ ഡെയിലി എന്താണ് ആ ഒരു ദിവസം മൊത്തം തിന്നുക? ഞാൻ ഇനി വല്ല വറുത്തതും സ്വീറ്റ്സൊക്കെ തിന്നേണ്ടി വരും. അങ്ങനെ എൻ്റെ സ്കിന്ന് ആകെ പ്രശ്നമാവും, എൻ്റെ ടീത്ത് പല്ലിന് പ്രശ്നം വരും. അപ്പോൾ അമ്മ ഭയങ്കര സെൽഫിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, എന്തായാലും അമ്മയ്ക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അമ്മ അത്ര ബ്രൈറ്റും അല്ല, പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് അമ്മ ധാരാളം കുടിക്കുകയും ചെയ്യും. ഓക്കെ, സോ അവൻ പറയുകയാണ് ഒന്നിനും അമ്മയ്ക്ക് പറ്റില്ല, പിന്നെ വെറുതെ നമ്മുടെ സമയം കളയുകയാണ്, അതുവഴി എൻ്റെ ലൈഫ് ഞാനൊരു ചീത്ത കുട്ടിയായിട്ട് അളിഞ്ഞ് നടക്കേണ്ടി വരും എന്നവൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ജാനുവരി 20 കാര്യം. ജാനുവരി 22 തേഴ്സ്ഡേ. My mother has got an interview for a job. She is practicing her typing and not doing any cooking. So what will be it like if she gets the job? My father should put his foot down before we are a broken home. ഓക്കെ, അപ്പോൾ ജാനുവരി 22 എന്താ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അമ്മ ജോലി നോക്കുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടി. സോ അമ്മ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാണ്, കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോലി കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സോ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് അമ്മയോട് സ്ട്രിക്റ്റായിട്ട് പറയണം, അല്ലെങ്കിൽ എന്താണ് കുടുംബം തകർന്നു പോവും എന്ന് ഈ അഡ്രിയൻ മോള് കരുതുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു നെക്സ്റ്റിൽ പറയുന്ന ആ കാര്യങ്ങൾ. ജാനുവരി 20 and 22 അതാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നോക്കൂ, തേർഡ് ആഫ്റ്റർ എപ്പിഫനി. എപ്പിഫനി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിപാട് പെരുന്നാൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഒരു ഫെസ്റ്റിവൽ. സോ അതിന് തേർഡ് ആഫ്റ്റർ എപ്പിഫനി. എന്താ സംഭവിക്കുന്നത്? ജാനുവരി 25 സൺഡേ അന്നത്തെ കാര്യമാണ് ഇനി പറയുന്നത്. 10 AM, അത് സൺഡേ ആണ്, സോ ഹോളിഡേ ആണ് കേട്ടോ. 10 AM, I am ill with all the worry, too weak to write much. Nobody has noticed I haven't eaten any breakfast. ഓക്കെ, സോ 10 AM രാവിലെ 10 മണിക്ക് ഇവനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ട് ആകെ അവന് സുഖമല്ല. എന്തെങ്കിലും എഴുതാനും ഉള്ള ആരോഗ്യം കൂടി ഇല്ല അവന്. പക്ഷെ ആരും അവനെ നോട്ടീസ് ചെയ്തിട്ടില്ല. അവൻ ഇത്ര നേരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന് പോലും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് രാവിലെ 10 മണിക്കുള്ള അവസ്ഥ.
2 p.m. 2 മണി, ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ എന്താ, had 2 junior aspirants at midday and rallied a bit. Perhaps when I'm famous and my diary is discovered, people will understand the torment. People will understand the torment of being a 13 3/4-year-old undiscovered intellectual. സോ 2 p.m. എന്താ സംഭവിക്കുന്നത്, ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ജൂനിയർ ആസ്പിരിൻ, അതായത് ആസ്പിരിൻ ടാബ്ലറ്റ് കഴിച്ചു എന്നാണ് പറയുന്നത്. അവൻ 2 ആസ്പിരിൻ ടാബ്ലറ്റ്സ് കഴിച്ചു. അപ്പോൾ അവന് കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇവൻ്റെ ഡയറി, ഇവൻ ഫേമസ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഇവൻ്റെ ഡയറി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ഫേമസ് ആകും അല്ലേ. അവൻ്റെ ഡയറി ഭയങ്കര ഇൻ്റലക്ച്വൽ ഡയറി ആണല്ലോ. ഓക്കെ, അപ്പോൾ അവൻ്റെ ഡയറി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും 13.25 വയസ്സ് പ്രായമുള്ള ഒരു ബുദ്ധിജീവിയുടെ, അതായത് ഒരാളും അറിഞ്ഞു പോവാതിരുന്ന ആ ഒരു ബുദ്ധിജീവിയുടെ വേദനകളും അതുമാതിരി വേവലാതികളൊക്കെ അന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഒരു അൺഡിസ്കവേർഡ് ഇൻ്റലക്ച്വൽ ആയാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അന്ന് ആളുകൾക്ക് മനസ്സിലാവും എൻ്റെ ഡയറി എൻട്രി കണ്ടുപിടിച്ചാലെന്ന് അഡ്രിയൻ മോൾ കരുതുകയാണ്. സോ അതാണ് 2 p.m. അവൻ്റെ ചിന്ത. അത് കഴിഞ്ഞ് 6 p.m. പണ്ടോര മൈ ലോസ്റ്റ് ലവ്. എന്താണ് പണ്ടോര മൈ ലോസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ 6 p.m. ആയപ്പോൾ, വൈകുന്നേരം സന്ധ്യയ്ക്ക് 6 മണിയായപ്പോൾ പണ്ടോരനെ പറ്റിയിട്ടാണ് കരുതുന്നത്. 8 മണിയായപ്പോൾ പിന്നെയും പണ്ടോര 8 മണിക്കും അവളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. മിഡ് നൈറ്റ് ഒക്കെ ആയ സമയത്ത് എന്താണ്, പാതിരാത്രി ആയപ്പോൾ അവന് ഹാഡ് എ ക്രാബ് പേസ്റ്റ് സാൻഡ്വിച്ച് ആൻഡ് എ സാറ്റ്സുമ ഫോർ ദ ഗുഡ് ഓഫ് മൈ സ്കിൻ. അപ്പോൾ എന്താ, ഒരു ക്രാബിൻ്റെ പേസ്റ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ചും പിന്നെ ഈ ഒരു സാധനം സാറ്റ്സുമ, അതൊരു ടൈപ്പ് ഓഫ് ലെമണാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക തരം നാരങ്ങ, അത് അവൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടാട്ടോ. ഹീസ് വെരി കോൺഷ്യസ് ഓഫ് ഹിസ് സ്കിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കഴിച്ചു. അങ്ങനെ ആ ഒരു സൺഡേ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് February 7 സാറ്റർഡേ, അടുത്ത ദിവസം വരെയാണ് February 7 സാറ്റർഡേ. മൈ മദർ ആൻഡ് ഫാദർ ഹാവ് ബീൻ ഷൗട്ടിങ് അറ്റ് ഈച്ച് അതർ നോൺ സ്റ്റോപ്പ് ഫോർ ഹവേഴ്സ്. ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കോസ് ഓഫ് ബേക്കൺ ഡൗൺ ദ സൈഡ് ഓഫ് ദ ഫ്രിഡ്ജ് ആൻഡ് ക്യാരിഡ് ഓൺ ഇൻ ടു ഹൗ മച്ച് മൈ ഫാദേഴ്സ് കാർ ഈസ് കോസ്റ്റിംഗ് ടു റിപ്പയർ. I went up to my room and put my ABBA records on. My father had the nerve to crash my door open and ask me to turn the volume down. I did. When he got downstairs, I turned it up again. Nobody cooked any dinner, so I went to the Chinese chip shop and bought a carton of chips and a sachet of soy sauce. അപ്പോൾ എന്താ സംഭവിക്കണത്, അപ്പോൾ സാറ്റർഡേ അടുത്ത February 7 ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ശനിയാഴ്ച അമ്മയും അച്ഛനും ഹവേഴ്സ് മണിക്കൂറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പല കാരണങ്ങളും ഉണ്ട്. തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരു ബേക്കൺ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് പതുക്കെ അച്ഛൻ്റെ കാറ് റിപ്പയർ ചെയ്യാനുള്ള പൈസ അതിൻ്റെ ചിലവിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ എൻ്റെ റൂമിൽ പോയിട്ട് എൻ്റെ മ്യൂസിക് ഓണാക്കിയിട്ടാണ്ട് വെച്ചു. അച്ഛൻ അപ്പോൾ മേലെ പോയിട്ട് സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, സൗണ്ട് കുറച്ചു. പിന്നെ അച്ഛൻ താഴത്തേക്ക് തന്നെ പോയപ്പോൾ ഇവൻ പിന്നെയും സൗണ്ട് കൂട്ടിയെന്ന് പറയാണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കോമഡികൾ വരുന്നുണ്ടെങ്കിലും ആ ഒരു റിയൽ ലൈഫ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ പിന്നെ പറയാണ്, അന്ന് ആരും ഡിന്നർ കുക്ക് ചെയ്തില്ല, ആരും ഫുഡൊന്നും രാത്രി കുക്ക് ചെയ്തില്ല. സോ ഇവനൊരു ചൈനീസ് ചിപ്സ് ഷോപ്പിൽ പോയിട്ട് ഒരു പാക്കറ്റ് ചിപ്സും കുറച്ച് സോസൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതാണ് February 7 സാറ്റർഡേ സംഭവിക്കുന്നത്. നൗ നമ്മൾ March 2 എത്തുകയാണ്. March 2 മൺഡേ എന്താ സംഭവിക്കണേ, My mother has just come into my room and said she had something awful to tell me. I sat up in bed and put a dead serious expression on my face just in case she'd got 6 months to live or she had been caught shoplifting or something. She fiddled with the curtains, dropped cigarette ash over my Concord model and started mumbling on about adult relationships and life being complicated and how she must find herself. She said she was fond of me, and would hate to hurt me. And then she said that for some women, marriage was like being in prison. Then she went out. Marriage is nothing like being in prison. Women are let out every day to go to the shops and stuff, and quite a lot go to work. I think my mother is being a bit melodramatic.
സോ മാർച്ച് 2 മൺഡേ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഇവൻ്റെ അമ്മ അവൻ്റെ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരു കുറച്ച് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അഡ്രിയൻ മോള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ എന്താ പറ്റിയത്, ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്താ 6 മാസം കൂടി ഇനി ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അമ്മേനെ കടയിൽ എന്തിനേലും ഷോപ്പ് ലിഫ്റ്റിങ്ങിന് വല്ലതും പിടിച്ചോ, അങ്ങനെ എന്തോ സീരിയസ് കാര്യം വെച്ചിട്ട് അവ അങ്ങനെ ഇരുന്നു. അപ്പോൾ അമ്മ എന്താ കാട്ടണേന്ന് വെച്ചാൽ അമ്മ സംസാരിക്കാൻ തുടങ്ങിയത് അഡൾട്ട് റിലേഷൻഷിപ്സ്, പ്രായപൂർത്തിയായ ആളുകളുടെ ബന്ധത്തിനെ പറ്റിയിട്ടും ലൈഫ് എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, അങ്ങനെ അതിനൊക്കെ പറ്റിയിട്ട് അമ്മ സംസാരിക്കാൻ തുടങ്ങി. പിന്നെന്ത് പറഞ്ഞു, ആൻഡ് ഹൗ ഷീ മസ്റ്റ് ഫൈൻഡ് ഹേർ സെൽഫ്, തന്നെ എങ്ങനെ കണ്ടെത്തണം, അമ്മയ്ക്ക് സ്വയം കണ്ടെത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു അമ്മയ്ക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും അവനെ ഹേർട്ട് ചെയ്യാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു പരിധി വരെ കുറേ സ്ത്രീകൾക്ക് മാര്യേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രിസൺ മാരി, ഒരു ജയിൽ ജീവിതം മാരിയാണെന്നും പറഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് പോയി. ഇതൊക്കെ എന്തിനാ അവനോട് പറഞ്ഞത് എന്നൊന്നും അവന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവൻ പിന്നെ അവനോട് തന്നെ പറയുകയാണ്, അങ്ങനെ മാര്യേജ് എന്ന് പറഞ്ഞാലൊരു ജയിൽ ജീവിതമൊന്നുമല്ല, സ്ത്രീകൾ ഷോപ്പിൽ പോകുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ജോലിക്കും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അമ്മ അന്ന് കുറച്ച് മെലോഡ്രമാറ്റിക് ആണ്, അമ്മ വെറുതെ വികാരഭരിതയാവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അഡ്രിയൻ മോള് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇതിൽ മാർച്ച് 2 മൺഡേ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 8 സൺഡേ, my mother first in Lent. Okay, my mother has gone to a woman's workshop on assertiveness training. Men aren't allowed. I asked my father what assertiveness training is. He said God knows, but whatever it is, it's bad news for me. Okay, അപ്പോൾ എന്താണ് ലെൻറ്റിലെ ആദ്യത്തെ ദിവസം. അപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അമ്മ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്, എന്തോ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. എന്ത് ട്രെയിനിങ് ആണ്? അസേർട്ടീവ്നെസ് ട്രെയിനിങ്, അതായത് ആത്മവിശ്വാസവും ശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീകളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അമ്മ പോയിരിക്കുകയാണ്. ആൻഡ് അവിടെ അങ്ങോട്ട് കയറാൻ മെൻ ആറിൻറ്റ് അലൗഡ്, പുരുഷന്മാർക്ക് പ്രവേശനമല്ല. സോ ഇവനിത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അഡ്രിയനോൾ അച്ഛനോട് ചോദിക്കുകയാണ്, ഈ അസേർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കൊടുക്കുന്ന മറുപടി എന്താ, ദൈവത്തിനറിയാം, പക്ഷെ എന്തായാലും എനിക്കതൊരു ഒരു ചീത്ത ന്യൂസായിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, വി ഹാഡ് ബോയിൽ ഇൻ ദ ബാക്ക്വേർഡ് ഇൻ ബട്ടർ സോസ് ആൻഡ് ഓവൻ കുക്ക്ഡ് ചിപ്സ് ഫോർ സൺഡേ ഡിന്നർ, followed by tinned peaches and dream topping. My father opened a bottle of white wine and let me have some. I don't know much about wine, but it seemed a pleasant enough vintage. We watched the film on television. Then my mother came home and started bossing us around. She said, the worm has turned and things are going to be different around here, and things like that. Then she went into the kitchen and started making a chart dividing all the housework into 3. I pointed out to her that I already had a paper to do, an old age pensioner to look after, and a dog to feed, as well as my schoolwork. But she didn't listen. She put the chart on the wall and said, we start tomorrow. ഓക്കെ, അപ്പോൾ ഞായറാഴ്ച ആണ് അമ്മ പോയിട്ട് ഈ വർക്ക്ഷോപ്പിന് ചേർന്നത്. സോ ഞായറാഴ്ച ഉച്ചയ്ക്ക് ബട്ടർ സോസും അതിൻ്റെ കൂടെ കുറച്ച് കോഴിമീൻ ചിപ്സ് അതൊക്കെ വെച്ചിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്തു, അച്ഛനും മോനും കൂടി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഒരു കുപ്പി വൈറ്റ് വൈന് പൊട്ടിച്ചിട്ട് കുറച്ച് ഇവനും കൊടുത്തു. സോ ഇവന് വൈനിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല, എങ്കിലും അതൊരു നല്ല വിൻറ്റേജ് ആണെന്ന് ഇവൻ അറിയായിരുന്നു, നന്നായിരുന്നു. പിന്നെ അവരൊരു ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഡിന്നറിൻ്റെ കാര്യമായിട്ടോ പറയണേ. ഡിന്നറിന് ഇവർ ഇങ്ങനെ ഇതൊക്കെ കഴിച്ചു, വൈനൊക്കെ കുടിച്ച് ഒരു ടെലിവിഷനിലൊരു മൂവി കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആര് വരുന്നുണ്ട്? അമ്മ വന്നിട്ട് ഒരു ബോസിനെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി. എന്താണ് പറയാൻ തുടങ്ങുന്നത്? അമ്മ ഇവിടെ കാര്യങ്ങളൊക്കെ മാറി പോവുകയാണ്, ഇനി മുതൽ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്, അങ്ങനെ ഓരോന്നൊക്കെ അമ്മ പറയാൻ തുടങ്ങി. എന്നിട്ട് അമ്മ നേരെ കിച്ചണിലേക്ക് പോയിട്ട് എല്ലാ ഹൗസ് വർക്കിനെയും 3 ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ 3 വിഭജിച്ചിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പോയിട്ട് അമ്മേനോട് പറയും, എനിക്ക് ഓൾറെഡി കുറേ പണിയുണ്ട്. എന്തൊക്കെയാണ് ഇവൻ്റെ പണി?
ഇവന് പേപ്പർ വിതരണം ചെയ്യണം. അതുമാതിരി പെൻഷനറായിട്ടുള്ള ഒരാളെ നോക്കണം. നമ്മൾ പറഞ്ഞിരുന്നൊരു വയ്യാത്ത ഒരാൾ. പിന്നെ പട്ടിക്ക് തീറ്റ കൊടുക്കണം, പട്ടീനെ നോക്കണം. സ്കൂളിലത്തെ കാര്യങ്ങൾ ചെയ്യണം, സ്കൂളിലത്തെ പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറേ പണിയുണ്ട് എന്ന് അഡ്രിയൻ മോള് പറയുകയാണ്. പക്ഷെ ഇതൊന്നും അമ്മ എന്ത് ചെയ്തില്ല, ലിസൺ ചെയ്തില്ല. അമ്മ ഇതൊന്നും കേട്ടതായിട്ട് പോലും നടിച്ചില്ല. അങ്ങനെ അമ്മ ആ വോളിൽ, ചുമരിൽ ഈ ചാർട്ട് ഒട്ടിച്ചതിന് ശേഷം പറഞ്ഞു, വി സ്റ്റാർട്ട് ടുമോറോ, നാളെ മുതൽ നമ്മൾ തുടങ്ങുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോഴുള്ള അമ്മയുടെ ഒരു റിയാക്ഷൻ. അങ്ങനെ പിറ്റേ ദിവസം മാർച്ച് 9 മൺഡേ, മാർച്ച് 8 കഴിഞ്ഞു. മാർച്ച് 8 അമ്മ പറഞ്ഞത് നമ്മൾ നാളെ മുതൽ ഇതേമാതിരി വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് തുടങ്ങും പറഞ്ഞു. അപ്പോൾ മാർച്ച് 9 മൺഡേ കോമൺവെൽത്ത് ഡേ ആണ്. കോമൺവെൽത്ത് ഡേ. ക്ലീൻഡ് ടോയ്ലറ്റ്, വാഷ്ഡ് ബേസിൻ ആൻഡ് ബാത്ത് ബിഫോർ ഡൂയിങ് മൈ പേപ്പർ റൗണ്ട്. Came home, made breakfast, put washing in machine, went to school. So ഇവൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. Gave Barry Kent his Manise's money and went to Bert Baxter's, waited for social worker who didn't come, had school dinner, had domestic science, made apple crumble, came home. Vacuumed hall, lounge and breakfast room, peeled potatoes, chopped up cabbage, cut finger, rinsed blood of cabbage, put chops under grill, looked in cookery book for a recipe for gravy, made gravy, strained lumps out with a colander, set table, served dinner, washed up, put burnt saucepans into sock, got washing out of machine, everything blue including white underwear and handkerchiefs, hung washing on clothes hose, fed dog, ironed PE kit, cleaned shoes, did homework, took dog for a walk, had bath, cleaned bath, made 3 cups of tea, washed cups up, went to bed. Just my luck to have an assertive mother. അപ്പം എന്താ പറയുന്നത്? സോ മാർച്ച് 9 കോമൺവെൽത്ത് ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ അന്നത്തെ കാര്യങ്ങൾ പറയുകയാണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു, പിന്നെ ബേസിൻ, കുളിമുറി അതൊക്കെ കഴുകി, അതിന് ശേഷം പേപ്പർ വിതരണം ചെയ്തു. പിന്നെ വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വാഷിംഗ് മെഷീനിൽ തുണി കഴുകാൻ വേണ്ടിയിട്ടിട്ടു, പിന്നെ സ്കൂളിലോട്ട് പോയി. പിന്നെ എന്താണ്, ബാരിക്കേൻ്റെ മെനേസിങ് മണി, അതായത് ഭീഷണി പണം കൊടുത്തു. പിന്നെ ബെർട്ട് ബാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ആ വയ്യാത്ത ആളാണ് അയാൾ, സോഷ്യൽ വർക്കർ വരാൻ വേണ്ടി കാത്തു നിന്നു, പക്ഷെ അയാൾ വന്നില്ല. പിന്നെ സ്കൂളിലത്തെ ഡിന്നർ, ഇവിടെ ഈ ഒരു ഇതിൽ കോൺസെപ്റ്റിൽ ഡിന്നർ എന്ന് പറയുന്നത് ഉച്ചഭക്ഷണമാണ് കേട്ടോ. സോ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിച്ചു. പിന്നെ ഡൊമസ്റ്റിക് സയൻസ് പഠിച്ചു, ആപ്പിൾ ക്രംബിൾ എന്ന വിഭവം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്താ കാട്ടണത്, ഹോളും ലൗഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് മുറി ഒക്കെ അതൊക്കെ വാക്യൂം ചെയ്തു. പിന്നെ പൊട്ടാറ്റോ, ക്യാബേജ് എന്തൊക്കെ അരിഞ്ഞു, അപ്പോൾ കൈ മുറിഞ്ഞു, അത് കഴുകി കളഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു റെസിപ്പി ബുക്ക് നോക്കിയിട്ടൊരു ഗ്രേവി ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ടേബിൾ സെറ്റ് ചെയ്തു. പിന്നെന്താണ്, ഓരോരോ പണികൾ. നേരത്തെ കഴുകട്ടിരുന്ന തുണി പുറത്തേക്ക് എടുത്തിട്ട് കഴുകി കഴിഞ്ഞ് തുണി പുറത്തെടുത്തു. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ഡ്രസ്സും ബ്ലൂ കളറായിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളേർഡ് വരെയുള്ള ഡ്രസ്സ് ബ്ലൂ കളേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോഗിനെ കൊണ്ട് വാക്കിങ്ങിന് പോയി, അതിനെ ഫീഡ് ചെയ്തു, കുളിച്ചു, എന്നിട്ട് ഉറങ്ങാൻ പോയി. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, ജസ്റ്റ് മൈ ലക്ക് ടു ഹാവ് എൻ അസേർട്ടീവ് മദർ. ആത്മശക്തിയുള്ളൊരമ്മ ഉണ്ടായത് എൻ്റെ ഭാഗ്യമാണ് എന്ന് പറയാണ്. സോ ഇത് ആണ് അന്ന് മാർച്ച് പിറ്റേ ദിവസം ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് പിന്നെ പറയുന്നത്. ഇനി മാർച്ച് 18 വെനസ്ഡേയിൽ എന്താ ഉണ്ടാവുന്നത്? മൈ മദർ ആൻഡ് ഫാദർ ആർ ബോത്ത് സ്പീക്കിംഗ് ടു സോളിസിറ്റേഴ്സ്. ഐ എക്സ്പെക്ട് ദേ ആർ ഫൈറ്റിംഗ് ഓവർ ഹു ഗെറ്റ്സ് കസ്റ്റഡി ഓഫ് മീ. ഐ വിൽ ബി എ ടഗ് ഓഫ് ലവ് ചൈൽഡ് ആൻഡ് മൈ പിക്ചർ വിൽ ബി ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. ഐ ഹോപ്പ് മൈ സ്പോർട്സ് ക്ലിയർ അപ്പ് ബിഫോർ ദെൻ. സോ ഇവിടെ നമുക്ക് ഭയങ്കര ടീനേജറിൻ്റെ കോൺഷ്യസ്നെസ് കാണാം, സ്കിന്നായിട്ടുള്ളത്. അതായത് ഇവൻ്റെ അച്ഛനും അമ്മയും ഒരു വക്കീലിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, സോ ഇവൻ പറയുകയാണ്, എന്നെ ആരാണ് എടുക്കുക, എൻ്റെ കസ്റ്റഡി അമ്മയ്ക്കായിരിക്കും അച്ഛനായിരിക്കും എന്നായിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ടഗ് ഓഫ് ലവ് ചൈൽഡ്, അതായത് സ്നേഹത്തിൻ്റെ ഒരു വടംവലിയുടെ കുട്ടിയായിരിക്കും ഞാൻ ഇനി മുതൽ. സോ എൻ്റെ പടമൊക്കെ ഇനി ന്യൂസ് പേപ്പറിൽ വരും, അപ്പോഴേക്കും മുഖത്തുള്ള പാടൊക്കെ ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് ഇവൻ. പിന്നെ മാർച്ചൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ 14 വരുന്നത്. സെപ്റ്റംബർ 14 മൺഡേ, അതൊരു ഫുൾ മൂൺ ഡേ ആണ്.
ഓക്കെ, ഫുൾ മൂൺ ഡേയിൽ എന്താ പറയുന്നത്? സ്കൂൾ ഡിന്നേഴ്സ് ആർ കംപ്ലീറ്റ്ലി ക്രാപ്പ് നൗ. ഗ്രേവി സീംസ് ടു ഹാവ് ഫേസ്ഡ് ഔട്ട് അലോങ് വിത്ത് കസ്റ്റാർഡ് ആൻഡ് ഹോട്ട് പുഡിങ്സ്. എ ടിപ്പിക്കൽ മെനു ഈസ് ഹാംബർഗർ, ബേക്ക്ഡ് ബീൻസ്, ചിപ്സ്, carton of yogurt or duff nut. It's not enough to build healthy bond and sinew. I'm considering about making a protest to Mrs. Thatcher. It won't be the fault if we grow up apathetic and lacking in moral fiber. Perhaps Mrs. Thatcher wants us to be too weak to demonstrate in the years to come. ഓക്കെ, പിന്നെ മാർച്ച് 18 കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് എത്തി. നമ്മൾ ആ ഡയറി എൻട്രിയുടെ ചില സ്നിപ്പറ്റ്സ് ആണ് നോക്കുന്നത്. വി ആർ നോട്ട് ലുക്കിംഗ് ദ എൻറ്റയർ ഡയറി. ഓക്കെ, അത് ഫുള്ള് വായിക്കണം എന്നുണ്ടെങ്കിൽ ആ ബുക്ക് വായിക്കണം. ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ഫണ്ണി ബിക്കോസ് ചെറിയ ഭാഗങ്ങൾ വരെ ഭയങ്കര രസമുണ്ട്. അപ്പോൾ സെപ്റ്റംബറിൽ എന്താ സംഭവിക്കണേ വെച്ചാൽ അവൻ പറയുകയാണ് സ്കൂളിലത്തെ ഫുഡൊക്കെ അപ്പോൾ ഭയങ്കര മോശമായിട്ടുണ്ട്. ഗ്രേവി അതുമാതിരി തന്നെ ഗ്രേവിയും കസ്റ്റാർഡും ഹോട്ട് പുഡിങ്ങും ഒന്നും ഇപ്പം ഇല്ല. ഇപ്പം ഇതാണ് ഭക്ഷണം. എന്താ? ഹാംബർഗർ, ബേക്കഡ് ബീൻസ്, ചിപ്സ്, പിന്നെ ഒരു പാത്രം തൈര് തരും, അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ കഷ്ണം. ഇത് മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ള ഫുഡ്. ബാക്കി ഒന്നുമില്ല. ഭയങ്കര ദയനീയമാണ്. അപ്പോൾ നല്ല എല്ലും മസിലും ഒക്കെ ഉണ്ടാക്കാൻ ഇത് മതിയോ? ഹിസ് വെരി കോൺഷ്യസ് ഓഫ് ഹിസ് മസിൽസ് ആൻഡ് ബോൺസ്. അപ്പോൾ അതിനൊന്നും ഇത് പോരാ. മിസ്സിസ് താച്ചറിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി കംപ്ലയിൻറ്റ് പറയണം. മിസ്സിസ് താച്ചർ അവരുടെ മേ ബി അവരുടെ വാർഡൻ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ക്യാൻറ്റീൻ്റെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ കംപ്ലയിൻറ്റ് പറയാൻ പോവുകയാണ്. കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെയും അതുമാതിരി മോറലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഞങ്ങൾ വളർന്ന അതിൻ്റെ കുറ്റം ഞങ്ങൾക്കായിരിക്കുമോ? അല്ല, അതിൻ്റെ കുറ്റം ആർക്കായിരിക്കും? സ്കൂളിനായിരിക്കും. സോ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? മേ ബി നമ്മൾ ഭാവിയിൽ നമ്മുടെ സൗണ്ടൊന്നും വരാതിരിക്കാൻ, നമ്മളെ വീക്കാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിസ്സിസ് താച്ചർ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഇവൻ പറയുകയാണ്. ഓക്കെ, സോ ഇവിടുത്തെ സ്കൂളിൽ നിന്നുള്ള ഫുഡൊക്കെ ഭയങ്കര മോശമായപ്പോൾ അവനവൻ്റെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള കോൺഷ്യസ്നെസ് തോന്നുകയാണ്. അപ്പോൾ മസിൽ ബിൽഡിങ്ങിനൊന്നും ഇത് പോരാ. സോ മിസ്സിസ് താച്ചറിൻ്റെ അടുത്ത് ഞാൻ കംപ്ലയിൻറ്റ് പറയാൻ പോവുകയാണ്. സോ കാര്യങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധ ഇല്ലാതെയും മോറൽസൊന്നും ഇല്ലാതെയൊക്കെ ഞങ്ങൾ വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം ഞങ്ങൾക്കായിരിക്കില്ല എന്ന് അവരൊന്ന് അറിയിക്കണം. സോ ചിലപ്പോൾ ഇനിയിപ്പോൾ ഭാവിയിൽ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ താച്ചർ ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കുമോ? അങ്ങനൊരു ചിന്തയും ഇവനുണ്ട്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞു. ഇനി നവംബർ 13 ഫ്രൈഡേയിൽ എന്താ പറയുന്നത്? Pandora and I had a frank talk about our relationship tonight. She doesn't want to marry me in 2 years' time. She wants to have a career instead. Naturally, I am devastated by this blow. I told her I wouldn't mind her having a little job in a cake shop or something after our wedding, but she said she intended to go to university and that the only time she would enter a cake shop would be to buy a large crusty. Harsh words were exchanged between us. Hers were harsher than mine. ഓക്കെ, സോ നവംബർ 13 ഫ്രൈഡേ എന്താ സംഭവിക്കുന്നത്? പണ്ടോര ഇവൻ്റെ ലവ്വറും ഇവനും എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫ്രാങ്ക് ആയിട്ടുള്ളൊരു തുറന്ന രീതിയിലൊരു സംസാരം നടത്തുകയാണ് ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ എന്താണ്, അവൾക്ക് തന്നെ കല്യാണം കഴിക്കണ്ട എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് അതിന് മുന്നേ എന്ത് വേണം? അവൾക്കൊരു ജോലി, അവൾക്കൊരു കരിയർ വേണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ അഡ്രിയൻ മോൾ ആകെ തളർന്നു പോയി. ബിക്കോസ് അവന് ഇവൻ അമ്മ ജോലിക്ക് പോകണത് തന്നെ ഇഷ്ടമല്ല, അമ്മയ്ക്ക് അതിനൊന്നും കഴിയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. സോ അവൻ ഇത് കേട്ടപ്പോൾ ആകെ ഡിവാസ്റ്റേറ്റഡ്, ആകെ തളർന്നു. എന്നിട്ട് അവൻ പറയും, വിവാഹം കഴിഞ്ഞാലും നീ ഏതെങ്കിലും ചെറിയൊരു കേക്ക് ഷോപ്പിലൊക്കെ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവൾ പറയും അവൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കേക്ക് ഷോപ്പിലേക്ക് അവൾ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതെന്തിനായിരിക്കും? അതൊരു വലിയൊരു കേക്ക് വാങ്ങാൻ മാത്രമായിരിക്കും എന്ന് അവൾ പറയും. അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഹാർഷ് വേർഡ്സ് വർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ അസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാർഷായിട്ട് പരുഷമായ വാക്കുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ആൻഡ് ഇൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ള കാര്യം എന്താണ്? ഹേഴ്സ് വെർ ഹാർഷർ ദാൻ മൈൻ. എന്നെക്കാട്ടിലും കൂടുതൽ ഹാർഷ് അവളായിരുന്നു, അവളുടെ വാക്കുകളായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അന്നുണ്ടായത്. ഇപ്പോൾ നവംബർ 13 ഫ്രൈഡേ. ദെൻ ജാനുവരി 10 സൺഡേ. സോ അടുത്ത കൊല്ലമായിട്ടുണ്ടാവും. അടുത്ത കൊല്ലം ജാനുവരി 10 സൺഡേ, ഫസ്റ്റ് ആഫ്റ്റർ എപ്പിഫാനി. സോ എപ്പിഫാനി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആഫ്റ്റർ എപ്പിഫാനിയാണ്. I can't understand why my father looks so old at 41 compared to President Reagan at 70.
My father has no work or worries, yet he looks dead haggard. Poor President Reagan has to carry the word safety on his shoulders, yet he is always smiling and looking cheerful. Doesn't make sense. ഓക്കെ, അപ്പോൾ ജാനുവരി 10 സൺഡേയിൽ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഇവന് ആകെ കൺഫ്യൂഷനാണ്. അതായത് 41 വയസ്സുള്ള അവൻ്റെ അച്ഛൻ ഭയങ്കര ഓൾഡായിട്ട് തോന്നുക, ഭയങ്കര വയസ്സായിട്ട് തോന്നുകയാണ്. പക്ഷേ പ്രസിഡൻറ്റ് റെയ്ഗൻ, അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള റെയ്ഗന് 71 വയസ്സായിട്ടും അദ്ദേഹത്തിന് പ്രായമൊന്നും തോന്നുന്നില്ല. അച്ഛനാണെങ്കിൽ ഒരു ജോലിയില്ല, ഒരു ടെൻഷനോ ഒന്നുമില്ല, എങ്കിലും ഭയങ്കര ക്ഷീണിതനും ഭയങ്കര വിവശനൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുമാതിരിയാണോ നമ്മുടെ പ്രസിഡൻറ്റ്? റെയ്ഗൺ ആണെങ്കിൽ എങ്ങനെയാണ്? ലോകത്തിൻ്റെ മുഴുവൻ സേഫ്റ്റിയും അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലാണ്. പക്ഷെ എങ്കിലും എപ്പോഴും എന്താണ്, സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിച്ചിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഒരു അർത്ഥവും കാണാൻ കഴിയുന്നില്ല. ഡസൻ മേക്ക് സെൻസ് എന്ന് പറയുകയാണ് അഡ്രിയൻ മോള്. അപ്പോൾ അങ്ങനെ അത്രയും ഇത്ര സ്നിപ്പറ്റ്സ് നമുക്കിവിടെ തന്നിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു ഇത് അവസാനിക്കുകയാണ്. പിന്നെ ഇവിടെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. ഗ്ലോസറി നോക്കിയിട്ട് എന്തെങ്കിലും അർത്ഥമൊക്കെ വേണമെങ്കിൽ നോക്കാം. ആൻഡ് ആഫ്റ്റർ റീഡിങ് ദ ഫുൾ ചാപ്റ്റർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ സമ്മറി ബൈ ഹിയറിങ് ദിസ്, നിങ്ങൾക്ക് ഇതിൻ്റെ എക്സസൈസസ് ഒക്കെ നോക്കി നോക്കാം, എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അഡ്രിയൻ മോൾ എന്നുള്ള ഒരു 13/3/4 ഏജുള്ള കുട്ടിയുടെ ഡയറി, കുറേ ദിവസത്തെ ഡയറിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ഒരു സ്നിപ്പറ്റാണ് നമ്മൾ നോക്കിയതിപ്പോൾ. ആൻഡ് അതിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ഈ ഒരു ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ലൈക്ക് അവൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ അവൻ്റെ ലവർ, പിന്നെ അവൻ്റെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന ഗ്രാൻഡ്മ, അവൻ്റെ പിന്നെ ഒരു വയ്യാത്തൊരാൾ. അതിലെല്ലാവരും ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഇതിൽ മെയിനായിട്ട് പണ്ടോര, അമ്മ, അച്ഛൻ, ഇവൻ, ഇത്ര പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ടൊക്കെ നോക്കുക. പിന്നെ അതിൽ ടെക്സ്റ്റത്തെ ലൈൻസ് വായിച്ചതിന് ശേഷമാണ് സമ്മറി പറഞ്ഞിട്ടുള്ളത്. എല്ലാ ചാപ്റ്ററിലും നമുക്കങ്ങനെ പറ്റില്ല, ബിക്കോസ് സമയം കുറവാണ്, നമുക്ക് എക്സാമിന് മുന്നേ എല്ലാം തീർക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഡയറി, നല്ല രസമുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 മറ്റേതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ അത് വായിക്കുക, എന്നിട്ട് സമ്മറി നല്ലോണം മനസ്സിലാക്കുക, എന്നിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാമൊക്കെ ഇനി വേഗം വരും, ഞാൻ പിന്നെയും പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും, ബിക്കോസ് ഇനി നമുക്ക് ഗ്രാമറൊക്കെ നോക്കാണ്ട്. ഓക്കെ, സോ എന്തായാലും ഇന്ന് നമ്മൾ ഇത്ര നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ്ഡ് 13/3/4 നന്നായിട്ട് പഠിക്കുക. ആൻഡ് റിമെമ്പർ, അഡ്രിയൻ മോൾ ഒരു ബോയ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അത് ഗേൾ അല്ല. സോ ഷീ, ഹെർ എന്നൊന്നും യൂസ് ചെയ്യരുത്, ഹീ ആണ്. ഓക്കെ, ബോയ് ആണെന്ന് മറക്കരുത്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് കരുതുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.